Hi friends, എല്ലാവർക്കും ഫാസിനേറ്റിംഗ് വെൽനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ബ്യൂട്ടി ടിപ്പാണ് ഇത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്യൂട്ടി ടിപ്പ് ഫേസ് പാക്ക്, നമ്മുടെ അലോവേറ ഫേസ് പാക്ക് ആയിരുന്നു. അതിൽ നല്ല റിവ്യൂസും നല്ലൊരു മെസ്സേജസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് കുറേ പേര് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഒരു സിമ്പിളായിട്ട് 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു 1/2 ലെമണാണ്, അതിൻ്റെ ജ്യൂസ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ കേർഡാണ്. ഇതൊരു ചെറിയ രീതിയിൽ ഇച്ചിരി കട്ടിയുള്ളത് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത റോസ് വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആയതുകൊണ്ട് തന്നെ കളറ് നല്ല റോസ് കളറാണ് കിട്ടുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു കളറ്. അപ്പോൾ നമ്മുടെ കേർഡും റോസ് വാട്ടറും ലെമൺ ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, നമുക്കിത് അപ്ലൈ ചെയ്യണത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് റോസ് വാട്ടറും കേർഡും നമ്മുടെ തൈരും കൂടെയുള്ള മിക്സ് എടുത്ത് കയ്യിൽ വെച്ചു. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ലെമണിൻ്റെ ആ തൊലി എടുത്ത് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുവാണ്. റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്യുവാണ്. മാക്സിമം ഒരു 5 to 10 മിനിറ്റ്സ് ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ റിസൾട്ട് കാണും. നല്ലൊരു ഫേസ് പാക്കാണിത്. പിന്നെ ഇത് നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിന് നല്ലതാണ്. നമ്മുടെ പിമ്പിൾസൊക്കെ പോയി കിട്ടും. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ഒരു വീക്കിലി ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്യുക. ലെമണിൻ്റെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയി ഇപ്പോൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണാം. അപ്പോൾ ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ കൈ കഴുകി വന്നു. എൻ്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റ് ഹാൻഡിന് നല്ലൊരു ഗ്ലോയിങ് ഉണ്ട്. ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിഞ്ഞു. നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ പക്ഷേ അത്രയും ഒരു ഗ്ലോ ഇല്ല. അപ്പോൾ ഇതാണ് ഈ ഫേഷ്യലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു ഫേസ് പാക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏതൊരു ഫേസ് പാക്കും ഇതെന്നല്ല, ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നല്ല, ആര് സജസ്റ്റ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണെങ്കിലും അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, ആ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റും. നേരെ ഫേസിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് വെറുതെ എന്തിനാണ് നമ്മുടെ ഫേസ് ചീത്തയാക്കുന്നത്. അത് കൊള്ളില്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് നല്ലൊരു ക്ലീൻ ടവൽ വെച്ച് ഒന്ന് ഒപ്പിക്കൊടുക്കുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, നമ്മുടെ നെക്കിലും നമ്മുടെ കൈയിൻ്റെ ഈ ജോയിൻ്റെ ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേക്കണം. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം. അതുവരെ ബൈ.